കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ബാക്കിയുള്ളവരോടെ പോയി മൂന്നാളല്ലല്ലോ. വളരെ easy. സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, അതൊന്ന് അലോ ചെയ്യണേ. ഹോസ്റ്റ് ആരാണ്? ജസ്നയാണോ ഹോസ്റ്റ്? അലോ ചെയ്തു. അങ്ങനെ മിസ്സിനെ ഹോസ്റ്റാക്കാം. ഓക്കെ. മിസ് HP എന്നല്ലേ? ഏത്? HP തന്നെ മിസ്. SP ആണ്. എക്സൽ എടുത്തോട്ടെ, ഇന്നലെ ചെയ്ത് വെച്ചില്ലേ ആ അതെടുത്തോ. ടോട്ടൽ ചെയ്തോ നിങ്ങള്? ടോട്ടൽ ചെയ്ത് റിസൾട്ട് അല്ലേ? ടോട്ടൽ ചെയ്തല്ലേ? റിസൾട്ട്. ഓക്കെ. ഒരു സെക്കൻഡ്. റിസൾട്ടിന്റെ അടുത്ത് ഈക്വൽ ടു ഈഫ് ഈക്വൽ ടു if ബ്രാക്കറ്റ് ഓപ്പൺ എന്നിട്ട് ടോട്ടൽ ക്ലിക്ക് ചെയ്യാം. ഗ്രേറ്റർ ദാൻ 50 കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമയില് പാസ്. ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമ ഫെയിൽ. ഫെയിൽ ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം, എന്റർ അടിക്കാം. റിസൾട്ട് കിട്ടിയോ? ഇതാണ് ഇക്വേഷന്. ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ, ടോട്ടൽ ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ 50 കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമയില് പാസ് കോമ ഫെയിൽ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു കോമയോ നമ്മളെ ഡബിൾ ഇൻവേർട്ടഡ് കോമയോ അങ്ങനെ എന്തെങ്കിലും മിസ്സായി പോയിനെങ്കിൽ റിസൾട്ട് കിട്ടൂല കേട്ടോ. എല്ലാവർക്കും ആയാ?
എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഈ സിമ്പൽ വരുമ്പോ പ്രസ് ചെയ്തിട്ട് താഴോട്ട് വലിച്ചാൽ മതി. അപ്പൊ നമുക്ക് റിസൾട്ട്, ബാക്കി എല്ലാത്തിന്റെ റിസൾട്ട് കിട്ടും. ചെയ്താ ജസ്റ്റിന് കിട്ടിയാ? ആ കിട്ടി കിട്ടി. എഴുതിയെടുത്തോ, ഇക്വേഷൻ എഴുതിയെടുത്തോ. ആ എഴുതി. എഴുതിയാ? ഫസ്റ്റ് എഴുതായിരുന്നു. ആ ആ. ഇനി 5th ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിലിടാം. 5th 6th ഇടാം, രണ്ടും ഇടാം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഇടാം. നോക്ക്, ഗ്രൂപ്പ് നോക്ക്, എന്നിട്ട് അതുപോലെ ചെയ്. 5ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക, എന്നിട്ട് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫയലിന് എടുത്തോ. ഫസ്റ്റത്തെ ഇലക്ട്രിസിറ്റി ബില്ലിനില്ലേ, അതങ്ങനെ ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ ടോട്ടൽ എത്ര കോളം വേണം ഇവിടെ? 1 2 3 4 5 6 അല്ലെ? 6 കോളം നോക്കിയിട്ട് ഈ മേലത്തെ അത്രയും കോളം നമ്മൾ മെർജ് ചെയ്യാം. എങ്ങനെ മെർജ് ചെയ്യാൻ അറിയില്ലേ? അറിയില്ലെങ്കിൽ ഇത്രയും കോളം സെലക്ട് ചെയ്യാം. ശേഷം മെർജ് ആൻഡ് സെന്റർ എന്നുണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ആയി കിട്ടും. എന്നിട്ട് അവിടെ ടൈറ്റിൽ കൊടുക്കാം. ഇലക്ട്രിസിറ്റി ബിൽ. ചെയ്യുന്നില്ല നിങ്ങള്? എന്നിട്ട് അത് ബോൾഡ് ആക്കി കൊടുക്കണേ ടൈറ്റില്.
നമ്മൾ ഈ ടൈപ്പ് ചെയ്തിട്ട് ടൈറ്റിലൊക്കെ സെൻട്രലാക്കണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഉള്ളത് സെൻട്രൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പം സെൻട്രൽ ആയിട്ട് വരും ഹെഡിങ് ഒക്കെ. മിസ് മെർജ് ചെയ്യാൻ ഏതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെ? സെലക്ട് ചെയ്യാ, ഇവിടെ മെർജ് ആൻഡ് സെന്റർ എന്നുണ്ടോ, ഓക്കെ ഓക്കെ. അത് ക്ലിക്ക് ചെയ്തോ. ചെയ്ത് കഴിഞ്ഞാൽ പറയണേ. എല്ലാരും ചെയ്ത് കഴിഞ്ഞാ?
ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റേറ്റ് റേറ്റ് അല്ല, യൂസ് എങ്ങനെ കാണാം? അതായത് കറന്റ് റീഡിങ് മൈനസ് ഫ്രീ റീഡിങ്, അതാണ് യൂസ്. ഫിസിക്കൽ ടു അടിക്കാം, കറന്റ് റീഡിങ് മൈനസ് ഫ്രീ റീഡിങ്. കിട്ടിയില്ലേ? Okay. ഇനി റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, റേറ്റ് എങ്ങനെ കാണാന്ന്. അതായത് യൂസേജ് 50 താഴെയാണെങ്കിൽ എത്ര രൂപ? 2.5 പൈസ. യൂസ് 500 താഴെയാണെങ്കിൽ 5 or 6 അല്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കണം. ഇപ്പൊ ചെയ്യാം. is equal to if ബ്രാക്കറ്റ് ഓപ്പൺ, യൂസിൽ ക്ലിക്ക് ചെയ്യാം, ലെസ് ദാൻ 50 കോമ 2.50 കോമ if again bracket open, click use, less than 500 comma 5 comma 6. നമ്മൾ 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ആ 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. 2 ബ്രാക്കറ്റ് ശേഷം എൻ്റർ അടിക്കാം. മിസ് ഇക്വേഷൻ ഒന്നുകൂടെ പറയാം. ഇഫ് D3 അല്ലേ? ഇക്വേഷൻ if D3 ഉദ്ദേശിക്കുന്നത് യൂസ് കേട്ടോ, D3 അറിയാലോ. ലെസ് ദാൻ 50 കോമ 2.5 ഇവിടെ ഉണ്ട്. if ബ്രാക്കറ്റ് ഓപ്പൺ, യൂസിൽ ക്ലിക്ക് ചെയ്യാം, ലെസ് ദാൻ 500 കോമ 5 കോമ 6 ഡബിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എഴുതിയെടുക്കണേ. ചെയ്ത് കഴിഞ്ഞാ? എഴുതി കഴിഞ്ഞാ? സാർ കഴിഞ്ഞാ പറയണേ.
ഉം. ഉം. Say what? The main one is what? Else he likes. He likes. You let you love you loves. He oh. ഇത് കഴിഞ്ഞ എമൗണ്ട് വരാം യൂസേജ് ഇൻറ്റു റേറ്റ് കേട്ടോ. അപ്പൊ എങ്ങനെ ചെയ്യാം? ഇസ് ഈക്വൽ ടു അടിക്കാം യൂസ് യൂസ് ഇൻറ്റു റേറ്റ് ഈക്വൽ ടു D3 ഇൻറ്റു E3 യൂസ് ഇൻറ്റു റേറ്റ് എൻ്റർ അടിക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യാം. ഇക്വേഷൻ എഴുതിയെടുത്തു. ഇക്വേഷൻ ഒന്നും കൂടി പറയോ? എമൗണ്ടിന്റെ ആ ഇസ് ഈക്വൽ ടു യൂസ് ഇൻറ്റു റേറ്റ് എൻ്റർ. So കഴിഞ്ഞ ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോ.
Find out balance. നമുക്ക് കളറൊക്കെ ടെക്സ്റ്റിന്റെ കളർ മാറ്റുകയാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റാം കേട്ടോ. ഇവിടെ ക്ലിക്ക് ചെയ്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം.
ചെയ്ത് കഴിഞ്ഞാ പറയണേ. കഴിഞ്ഞു. കഴിഞ്ഞോ? Friends, family, YouTube. എങ്ങനെ ബാലൻസ് ആണോ? Huh? പൊതുവെ എങ്ങനെയായിരിക്കും നമ്മള് ബാലൻസ് ചെയ്തിട്ട് കാണാം? ഇനീഷ്യൽ എമൗണ്ട്, അതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് കൂട്ടും അല്ലെ, പിന്നെ വിഡ്രോ ചെയ്ത എമൗണ്ട് കുറക്കും, അപ്പൊ നമുക്ക് ബാലൻസ് എമൗണ്ട് കിട്ടും. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും ചെയ്ത് കൊടുക്കുക, ഇക്വേഷൻ വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇസ് ഈക്വൽ ടു ഇനീഷ്യൽ എമൗണ്ട് പ്ലസ് ഡെപ്പോസിറ്റ് മൈനസ് വിഡ്രോ. നമ്മൾ ചെയ്യുന്നതാണ്. കിട്ടിയോ? കിട്ടിയ എല്ലാവർക്കും കിട്ടിയാ? ചെയ്യുന്നുള്ളൂ മിസ്സേ. ചെയ്തിട്ട് ഇക്വേഷൻ എഴുതിയെടുത്തോ. കഴിഞ്ഞിട്ടാവുമ്പോ പറയണേ, ക്വസ്റ്റ്യൻ ഇടാം അടുത്ത്. ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് ഗ്രൂപ്പിലിടാം. Is 7. Unicorn. I love you. കണ്ടോ ക്വസ്റ്റ്യൻ കണ്ടോ? അതില് 7ാമത്തെ ഡിജിറ്റ് കാണാനാണ്, അത് ചെയ്യാം. നമ്പർ ഇപ്പുറം ഡിജിറ്റ്.
കഴിഞ്ഞ ഡിജിറ്റ് എന്ന് പറയുന്നത് നമുക്കറിയില്ല. ഇപ്പൊ ഇത് 1 അല്ലേ? ഇതോ 2. ഇത് 3 ഡിജിറ്റ്സ്. ഇത് 2. ഇത് 4 ഡിജിറ്റ്സ്. ഇത് എത്രയാണ്? 5 അല്ലേ? അപ്പൊ അതെങ്ങനെ കാണാൻ നോക്കുക. വൺ സെക്കൻഡ്. Wow. Okay. ഇപ്പൊ ഡിജിറ്റ് കാണാന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇസ് ഈക്വൽ ടു ഈഫ് if bracket open less than 10 comma 1. സോറി, ഡബിൾ ഇൻവെർട്ടഡ് കോമ ഓപ്പൺ ചെയ്യണം കേട്ടോ. ക്ലോസ് ചെയ്യാം, കോമ if ചെയ്യുന്നില്ല നിങ്ങള്? അവ എന്റെ അടുത്ത് വന്നപ്പോ if bracket open one second.
ഇവിടെ ഈ ലെസ് ദാൻ 10ന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്യണേ. ഇഫ് ബ്രാക്കറ്റ് ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷമാണ് ലെസ് ദാൻ 10. ചെയ്തോ? അതുപോലെ തന്നെ ഇവിടെയും ഇഫ് ബ്രാക്കറ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്യാം. ലെസ് ദാൻ 100 കോമ 2 ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ 2 ഇടുക, കോമ if ബ്രാക്കറ്റ് ഓപ്പൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യാം. ലെസ് ദാൻ 1000 കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമയിൽ 3. കോമ if bracket open the amount less than 10,000 comma double inverted comma 4 double inverted comma close comma double inverted comma open 5 double inverted comma close. എന്നിട്ട് നമ്മൾ എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. 4 കഴിഞ്ഞാൽ പിന്നെ 5 ആണോ കൊടുക്കണേ? 4 കഴിഞ്ഞാൽ 5. 1 2 3 4 ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ 4 ബ്രാക്കറ്റ്സ് നമ്മൾ ക്ലോസ് ചെയ്യാം. 1 2 3 4 നമ്മൾ ക്ലോസ് ചെയ്യേണ്ട ബ്രാക്കറ്റ് എത്തുമ്പോൾ ഈ ബ്രാക്കറ്റിന്റെ കളർ ബ്ലാക്ക് ആവും. അപ്പൊ എൻ്റർ അടിച്ചാൽ മതി. ടെന്നിനേക്കാളും ലെസ് ആണെങ്കിൽ 1 പ്രിന്റ് ചെയ്യാം. അത് ലൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല മിസ്. ഉം? ഓ ഇതിങ്ങനെ കുറെ നമ്പേഴ്സ് വരുമ്പോ അതിങ്ങനെ ലൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല വേറെ. ഇപ്പൊ 4 No. 5 6 ഫസ്റ്റ് മാത്രമേ ആയിട്ട് വരുമ്പോ ഇല്ല, ഈ ഫസ്റ്റ് മാത്രമേ ഈക്വൽ ടു വേണ്ട കേട്ടോ. ബാക്കി അതല്ല ഇവിടെ ഇക്വേഷൻ അങ്ങനെയല്ല. ഇപ്പൊ 10 കൊടുത്തു, നമ്പർ ലെസ് ദാൻ 10 ആണെങ്കിൽ 1 പ്രിന്റ് ചെയ്യാൻ വന്നു അല്ല ഒരു ഡിജിറ്റ്. പിന്നെ 100 ആണെങ്കിൽ 2, 1000 ആണെങ്കിൽ 3, പിന്നെ 10,000 ആകുമ്പോ 4, പിന്നെ അങ്ങനെ 5 അങ്ങനെ പോവല്ലേ. അതല്ലെങ്കിൽ അതിന് മുകളിലാണെങ്കിൽ 5 5. എന്നിട്ട് കൊടുക്കുക അല്ലേ. ഇപ്പൊ ഇനി 6 ഡിജിറ്റ് ഉള്ള നമ്പർ ആണെങ്കിലോ അത് ഓട്ടോമാറ്റിക് വരുമോ അല്ലേ? ഇവിടെയോ? ആ ഇതിപ്പോ നമുക്കറിയാലോ നമ്പർ എത്ര ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലോ ഇവിടെ. അപ്പൊ അതിനനുസരിച്ചല്ലേ നമ്മളിവിടെ കൂട്ടില്ല. ഇപ്പൊ ഇതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അടിച്ചു കൊടുക്കണം. എത്ര ഉണ്ട് അടിച്ചു അത്രയും നമ്മൾ കൊടുക്കണം. അടിച്ചു കൊടുക്കണം. ആ എന്നിട്ട് എത്ര ബ്രാക്കറ്റ് ഉണ്ട് അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഇതില് വേറെ ലൂപ്പായിട്ട് വർക്ക് ചെയ്യാനുള്ള ഇത് ഓപ്ഷൻ ഇല്ല അല്ലേ? അപ്പൊ ഫിക്സഡ് ആയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ടാവൂലേ? ഇപ്പൊ ഫോർ ലൂപ്പ് ഒക്കെ പോലെ. ഇല്ല അതില്ല. അതായത് ഒരുപാട് ഉണ്ടാകുമ്പോ അടിച്ചു കൊടുക്കാനാണോ പറയുന്നത്? ആ അതെ. അങ്ങനെ ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറയാം കേട്ടോ. കമ്പ്യൂട്ടറിലൊക്കെ ഇതൊക്കെ പ്രോഗ്രാമിങ് ചെയ്യുമ്പോ കൊറേ ചെയ്യുന്നതിന് പകരം ഫോർ ലൂപ്പ് ഒക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. നമ്മൾ അത്രയും ടൈപ്പ് ചെയ്യുന്നതിന് പകരം. അതാ ഞാൻ ചോദിച്ചത്. അത് നമ്മളിങ്ങനെ ഇപ്പൊ ഇതൊരു നമ്പേഴ്സ് നമുക്ക് അറിയുന്നതുകൊണ്ടാണല്ലോ ഇത്രയും വെച്ചിട്ടുള്ളത്.
ഫിക്സഡ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളത് കൗണ്ട് ചെയ്യാണ്ട് നമുക്കത് ഫോർ ലൂപ്പ് അങ്ങനത്തെ ഇഫ് കണ്ടീഷനിൽ തന്നെ വെച്ചിട്ട് അങ്ങനെ ഫിക്സഡ് ആയിട്ടൊരു ഇക്വേഷൻ ഉണ്ടാവുമല്ലോ. ഇതാകുമ്പോ കുറെ ഇഫ് ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഫോർ എക്സൽ ലൂപ്പ് ഇങ്ങനെ ആകുമ്പോ തന്നെയാണ്. ഇതിന്റെ അപ്പുറം ഇങ്ങനെ സിമ്പിൾ വഴി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇങ്ങനെ ഇക്വേഷൻ വെച്ചിട്ടാണ് ചെയ്യാം. നമ്മൾ എന്ത് കൊടുക്കുന്ന അതാണ് റിസൾട്ട് ആയിട്ട് കിട്ടുക. ഓക്കെ ഓക്കെ. ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചോണ്ട് അങ്ങനെ ചോദിച്ചു വന്നതാണ്. അത് ഇതിലൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അതെയാ? ഫോർ ലൂപ്പും അതൊക്കെ ഇട്ടിട്ട് അല്ല എക്സൽ അല്ല, നമ്മള് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യുമ്പോഴൊക്കെ കുറെ തവണ അടിക്കുന്നതിന് പകരം ഫോർ ലൂപ്പിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാലോ. ഇത് ചെയ്ത് കഴിഞ്ഞില്ല, എല്ലാവർക്കും കിട്ടിയില്ലേ? ആ. ഓക്കെ, ഇക്വേഷൻ എഴുതിയില്ലേ? നെക്സ്റ്റ് ചെയ്തോ. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ടോട്ടൽ പെർസെൻറ്റേജ് ആൻഡ് ഗ്രേഡ്. ടോട്ടൽ കാണാൻ നമുക്കറിയാം, ഇനി പെർസെൻറ്റേജും ഗ്രേഡും. And now when you look at it, it just looks like a quarter, but it's not the bottom. But if we look at it from the city, so it's fine for everything. It's a satisfying secret inside because it can do things. It's a different building technique. Just these payments. So I'll take this cake and use the building technique to operate my nerve. So let's see if it works. You can take these into pieces, cut these, and then do them like so, and get this shit. These and stick them together, you build a satisfying donut. Kind of reminds me of a if you take these colored plates and build them in this order, you can create this insanely satisfying donut. And the best part is that it can work. Use this build is melting my brain. I don't know how it does it. Take the 1x2 plates and show them one to this art-based build. To make an art piece and now Roma say a long time ago, Michael had a serious problem.
Itself smells like charcoal, but it definitely ain't. But I got an idea how to create one. By taking this piece and adding it to a base plate a long time ago, Lego has a serious misaligned base belt, but there is a problem. So it's a smart and even way to make it hard pieces. And now we're going to see. A long time ago, Lego had a serious problem around bricks. It almost feels like chocolate, but it definitely ain't. But I got an idea how to create one. By taking this piece and adding it to a base plate and then surrounding it with round tile faces, it makes it look like it's melting. By donating these I also built this interesting machine, but the best part is when you turn it on, it starts doing this. This machine is perfect for health because you can attach it both for wheel here. And now it looks like Pro was haunted, and it does that because of this stupid so we're going to speed up these parts for this build. I'm going to use these pieces that will allow me to build a cube with lines on the sides. So now I can start with this spiral shape on top of this cube using tile pieces. And this is what I ended up with. And honestly, it kind of reminds me of the game Halo. It's crazy to think that this is one single one, but it looks like it's breaking physics somehow. It's looking like a building feature is not there. So I made this simple pattern from my plates and I just made this crazy illusion. Damn, it's 3D. Similar optical illusion. If you make a base plate from white and black plates and then fill it with these right and circuit patterns in the correct order, you get this eye-bending design. You are looking at the word moves. I'm completely sick. It's 85 cents right. And it's cool because it has a bunch of tools inside of the basic bottle. So I made my own Lego Swiss knife. I added and this baby for device. So let's test which name is better. Swiss knife works. Okay, it works. How about a little bit? Well, not successful. Banana test. Tell me in the comments. There are some more satisfying widget toys. Take these technic beams, put a bunch of them in this bill, and now when you play with the pins, ചെയ്ത് കഴിഞ്ഞാ നിങ്ങള് it's my shit. ഇല്ലല്ല. These parts you connect them in a circle, you can make this widget toy. I also built this one with a cube. What's cool about this no matter how many times you turn it won't end. It's like a never-ending infinity cube. And this last widget toy will teach you physics because if I try to balance this game on my foot down, it just floats. If I say, so this magic trick works by using a mirror. And when you want things to disappear, just move the mirror and shifts. And shifts. ഇത് ചെയ്യണമെന്നില്ല, ഒരു 5-10 അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ. ഫുൾ അടിച്ചു കൊടുക്കണമെന്നില്ല. ചെയ്തവര് ടോട്ടൽ കാണാം. ടോട്ടലിന്റെ അടുത്ത് വെച്ചിട്ട് ഈക്വൽ ടു സം 6 സബ്ജക്ട്സും സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് കേട്ടോ. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കാം. എന്നിട്ട് ടോട്ടൽ കാണാം.
I don't care. I want I can't just feel that. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാ ഇതിന് പെർസെന്റേജ് എങ്ങനെയാണ്? പെർസെന്റേജിന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈക്വൽ ടു അടിക്കുക, ടോട്ടൽ ക്ലിക്ക് ചെയ്യുക. ഇതൊക്കെ ഔട്ട് ഓഫ് 100ലാണ് കേട്ടോ ഈ മാർക്കൊക്കെ. ഇപ്പൊ ടോട്ടൽ എത്ര സബ്ജക്ട്സ് വരുന്നുണ്ട്? 6 സബ്ജക്ട്സ് അല്ലേ? ഇപ്പൊ ടോട്ടല് 600ലാണ് വരുന്നത്. ഇപ്പൊ ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 100. ഈക്വൽ ടു എന്താ ഒന്നുകൂടി മിസ് പറയൂ. ഇസ് ഈക്വൽ ടു ടോട്ടല് ടോട്ടൽ ഡിവൈഡഡ് ബൈ 600 ഇൻറ്റു 100. ഓക്കെ. ചെയ്ത് കഴിഞ്ഞാ സോറി, എന്റേത് ഇവിടെ മിസ്റ്റേക്ക് വന്നു. 55 ആയില്ലേ? ഇനി ഗ്രേഡ് കാണാൻ ഇറ്റ്സ് ഈക്വൽ ടു if ബ്രാക്കറ്റ് ഓപ്പൺ ടോട്ടൽ ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ 500 കോമ ഡബിൾ ഇൻവേർട്ടഡ് കോമയില് എ ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് കോമ, അതായത് 500ന് മുകളിലാണെങ്കിൽ എ ഗ്രേഡ്. നെക്സ്റ്റ് ഈഫ് ബ്രാക്കറ്റ് ഓപ്പൺ ക്ലിക്ക് ദ ടോട്ടൽ greater than 400 comma double inverted comma open ചെയ്യാ B, then close comma, അതായത് 400ന് മുകളിലാണെങ്കിൽ ബി ഗ്രേഡ്. if ബ്രാക്കറ്റ് ഓപ്പൺ ക്ലിക്ക് ദ ടോട്ടൽ greater than 300 comma double inverted comma on C, close the double inverted comma comma, അതായത് 300ന് മുകളിലാണെങ്കിൽ സി ഗ്രേഡ്. if bracket open click the total greater than 200 comma double inverted comma on D, close the double inverted comma comma E, sorry, double inverted comma on E, close the double inverted comma
തെറ്റരുതേ ഒന്നും. ഈ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കോമ ഇടരുതേ. അതിനുശേഷം എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു നോക്കുക. 1 2 3 4. ക്ലോസ് ദി 4 ബ്രാക്കറ്റ്സ്. 1 1 2 3 4. എന്റർ. ഡൗൺ. ഇപ്പൊ ഗ്രേഡ് കിട്ടി. BACC. അങ്ങനെ നമുക്ക് ഗ്രേഡ് കിട്ടിയിട്ടുണ്ടാവും. ഇക്വേഷൻ എഴുതിയെടുക്കാം. Tell me about my work, Mr. Better Dad. ഇതില് ഡൗട്ട് ഇല്ലല്ലോ? ഇല്ല. ക്ലിയർ അല്ലേ? ആ. ഈ നിങ്ങൾ ഈ കോമ, ഡബിൾ ഇൻവേർട്ടഡ് കോമ അതൊന്നും മിസ് ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തെറ്റൂല. അതല്ലെങ്കിൽ എന്തെങ്കിലും എറർ കാണിക്കും. ഇത് കറക്റ്റ് ചെയ്യാം, എഴുതിയെടുക്കാം ഇക്വേഷന്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇപ്പൊ ടൈം ആയിട്ടുണ്ട്. നിങ്ങളിത് എഴുതിയതിനു ശേഷം അതിന്റെ ഇറങ്ങിയാൽ മതി കേട്ടോ. മിസ്റ്റർ റേറ്റും അതിന്റെ ഇക്വേഷൻ ഇല്ലേ? റേറ്റ് യൂസ് റേറ്റ് ആൻഡ് എമൗണ്ട്. ഉം അതില് ഇഫ് D3 ലെസ് ദാൻ 50 അത് ഒരു equation ആയിട്ട് അങ്ങനെ കൊടുക്കണോ 50 എന്നുള്ളത്? റേറ്റ് കറന്റ് റീഡിങ് മൈനസ് പ്രീ റീഡിങ് അല്ല, യൂസ് അല്ല, റേറ്റിന്റെ ഭാഗം. റേറ്റിൻ്റെത് എന്താണ് ചോദിച്ചത്? റേറ്റിന്റെ ഇക്വേഷൻ ഇല്ലേ? ആ. ഇഫ് കണ്ടീഷൻ കൊടുത്തിട്ട് പ്രീ റീഡിങ് ലെസ് ദാൻ 50 ആണെങ്കിൽ പിന്നെ 2.5. 2.50 അത് ഇക്വേഷൻ ഫിക്സഡ് ആണോ? ചേഞ്ചസ് വരും വേറെ? ക്വസ്റ്റ്യൻസ് വരുമ്പോ വേറെ അതായത് ക്വസ്റ്റ്യൻസ് നമ്മള് ഈ ക്വസ്റ്റ്യൻ പ്രകാരം 50 കുറവാണെങ്കിൽ 2.5, പിന്നെ 500 കുറവാണെങ്കിൽ 5, അതല്ലെങ്കിൽ 6, അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആ ഇക്വേഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ചിലയിടത്ത് പറയാണ് 100 കുറവാണെങ്കിലാണ് 250 എങ്കിൽ നമ്മൾ ലെസ് ദാൻ 100 ആക്കി കൊടുക്കണം അവിടെ. അടിയിലുണ്ട് അല്ലേ ക്വസ്റ്റ്യൻ? അത് ഞാൻ കണ്ടില്ല. അവിടെ അങ്ങനെ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയെടുത്തിട്ട് ക്ലോസ് ചെയ്തോ കേട്ടോ. ഓക്കെ. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ. Architect